ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റിവ്യൂ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനിയമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ വേദപുസ്തക വായന പരമ്പരയിൽ ആണല്ലോ. ഇന്നൊരു പുതിയ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം കഴിഞ്ഞു. ഇനി രൂത്തിൻ്റെ പുസ്തകത്തിലും പ്രവേശിക്കണം. വെറും 4 അധ്യായങ്ങൾ മാത്രമുള്ള ചെറിയ ഒരു പുസ്തകമാണിത്. ഇപ്പോൾ ഒരിക്കലും ഇസ്രായേൽക്കാരിയായ ഒരു സ്ത്രീ അല്ല രൂത്ത് എന്ന് പറയുന്നത്. മോവാബ്യ ദേശക്കാരിയാണ്. മോവാബ്യൽ എന്ന് പറയുന്നത് ലോത്തിന് തൻ്റെ പെൺമക്കളിൽ നിന്ന് ജനിച്ച 2 മക്കളായിരുന്നു മോവാബും അമ്മോന്യും. അവരാണ് പിന്നാലെ മോവാബ്യരെന്നും അമ്മോന്യരെന്നും പിന്നീട് അറിയപ്പെട്ടത്. അവരാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർക്ക് ഭയങ്കര ശത്രുക്കളുമായിരുന്നു. അങ്ങനെ അവർ ജനിച്ചതുകൊണ്ട് മോവാബിൻ്റെ 10ാം തലമുറക്കാരൻ പോലും ദൈവസന്നിധിയിൽ വരരുതെന്നായിരുന്നു യഹോവയായ ദൈവം മോശെ മുഖാന്തരം കൊടുത്ത ആ അറിയിപ്പിൽ, ആ നിയമത്തിൽ പറഞ്ഞിരുന്ന അതാണ്. മോവാബിൻ്റെ 10ാം തലമുറക്കാരൻ പോലും ദൈവസന്നിധിയിൽ വരുന്ന ആവർത്തനം 23-ന്റെ 3-ാം വാക്യം. അത്രമാത്രം മോശമായൊരു പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ രൂത്ത്. അവൾ ഇനിയും യേശുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുന്നതായി മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ വംശാവലി പുസ്തകത്തിൽ നമ്മൾ കാണും. അവൾ ദാവീദിൻ്റെ വല്യമ്മയാണ്. അവിടെ നിന്നാണല്ലോ, ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണല്ലോ യേശുവിൻ്റെ ജനനം പിന്നീട് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് രൂത്തിന് ഇപ്രകാരം ഒരു അവസരം ലഭിക്കാൻ കാരണം. അവളുടെ ഹൃദയപരമാർത്ഥത തിരിച്ചറിഞ്ഞ ദൈവമാണ് രൂത്തിനെ ഇത്രമാത്രം അംഗീകരിക്കാൻ കാരണക്കാരനായിട്ട് മാറുന്നത്. മോവാബിൻ്റെ 10ാം തലമുറക്കാർ പോലും ദൈവസന്നിധിയിൽ വരരുത് എന്ന് പറഞ്ഞെടുത്ത് യേശുവിൻ്റെ വംശാവലിയിൽ ഇവിടെ ഉൾപ്പെടാൻ കാരണം, ഇതിനു മുൻപ് നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവം യേശു പറഞ്ഞതുപോലെ നീതിമാന്മാരെ അല്ല പാപികളെ വിളിപ്പാനാണ് ദൈവം വന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഒരാളെ തിരഞ്ഞെടുക്കുവാൻ, സ്നേഹിക്കുവാൻ, നിയമിക്കുവാൻ, അംഗീകരിക്കുവാൻ ആ വ്യക്തിയുടെ പാരമ്പര്യം പ്രശ്നമേ അല്ല. ആരുടെയും പാരമ്പര്യം നോക്കിയിട്ടല്ല ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുകയോ നിയമിക്കുകയോ ചെയ്യുന്നത്. ദൈവം നോക്കുന്നത് ഹൃദയത്തെ മാത്രമാണ്. ആ ഹൃദയപരമാർത്ഥത ഇവിടെ രൂത്തിന് ഉള്ളതുകൊണ്ടാണ് അവൾ യേശുവിൻ്റെ വംശാവലി ഉൾപ്പെടുന്നതെന്ന് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ദൈവം കൊടുത്ത നിയമം പോലും ദൈവം തന്നെ ഇവിടെ മറികടക്കുകയാണ്. മോവാബിൻ ദൈവസന്നിധിയിൽ വരരുത് എന്നുള്ളത്. ഇനി അവളുടെ കൊച്ചുമകൻ അഥവാ ചെറുമകനാണ് ദാവീദ്. ദാവീദിൻ്റെ മകനാണ് ശലോമോൻ. ശലോമോൻ ദേവാലയത്തിൽ വന്നുവെന്ന് മാത്രമല്ല, യെരുശലേം ദേവാലയം ആദ്യം മനോഹരമായി പണിയാനുള്ള ഭാഗ്യം പോലും ഈ രൂത്തിൻ്റെ വംശാവലിയിൽ ജനിച്ച ശലോമോനാണ് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായി മാറുകയും ചെയ്തു. അപ്പം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ആരുടെയും കുടുംബ പാരമ്പര്യമോ മഹിമയോ മാതാപിതാക്കളുടെ മഹത്വമോ ഒന്നും നോക്കിയിട്ടില്ല. ദൈവം ഓരോ വ്യക്തിയെയും സസൂക്ഷ്മം വീക്ഷിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഹൃദയത്തെ ദൈവം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും, ജാതിമത ഭേദമന്യേ. അതാണ് രൂത്തിൻ്റെ ജീവിതം നമുക്ക് തരുന്നതായ വലിയ സന്ദേശം. 1-ാം അധ്യായത്തിൽ മുതൽ നമ്മൾ പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്, ബേഥലേഹേംകാരൻ യഹൂദനായ എലീമേലേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യഹൂദ്യ സ്ത്രീയായ നവോമിയെ വിവാഹം കഴിച്ചു. അവർക്ക് 2 മക്കളുണ്ടാകുന്നുണ്ട്, മഹലോനും കില്യാനും. കില്യോനും.
ഇവരുടെ ദേശത്ത് ബേഥൽഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ അവർ മോവാബി ദേശത്തേക്ക് പോയതാണ്. അവിടെ ചെന്ന മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ കൽപ്പനയൊക്കെ മറന്ന് 2 മോവാബി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. അവർക്ക് ഓർപ്പ എന്നും രൂത്ത് എന്നുമാണ് അവർക്ക് പേര്. 2 പേരും മോവാബി സ്ത്രീകളായിരുന്നല്ലോ. പക്ഷെ അധികം താമസമില്ല, എലിയമേലേക്ക് അങ്ങ് മരിച്ചു. ഈ 2 ആൺമക്കളും അങ്ങ് മരിച്ചു. നവോമി അവിടെ വിധവയാവുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ ആണല്ലോ ഉണ്ടായിരുന്ന ഭർത്താവും ഉണ്ടായിരുന്ന 2 മക്കളും നഷ്ടപ്പെട്ടൊരു സ്ത്രീ ഏകയാവുക എന്നുള്ളത്. പക്ഷേ ഈ നവോമി അവൾ നല്ല ഒരു സ്ത്രീയായിരുന്നു, നല്ല ഒരു അമ്മയായിരുന്നു. അപ്പോൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോരുവാൻ അവൾ ആഗ്രഹിച്ചിട്ട് 2 മരുമക്കളെയും വിളിച്ചിട്ട് അമ്മായിമ്മ പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. എന്നെ ഓർത്ത് നിങ്ങളുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കേണ്ട. നിങ്ങൾ ഇനി പോയി വിവാഹം കഴിച്ച് നല്ല കുടുംബമായിട്ട് പോയി നിങ്ങൾ താമസിക്കാൻ നോക്ക്. എൻ്റെ കാര്യം നിങ്ങൾ മറന്നേക്കുക. പക്ഷേ ഓർപ്പ അത് കേട്ടു. അവൾ ചിന്തിച്ചു, ശരിയാണ്, അമ്മ പറഞ്ഞതാണ് ശരി, എനിക്കെൻ്റെ ഭാവി, ഞാൻ ജീവിതം ആരംഭിച്ചതേ ഉള്ളൂ. അവൾ അമ്മയ്ക്ക് ചുമനൊക്കെ നൽകി നല്ല വാക്കുകൾ പറഞ്ഞവൾ പോയി. പക്ഷേ രൂത്ത് അമ്മയെ വിട്ടുപോകുവാൻ തയ്യാറാകുന്നില്ല. രൂത്ത് പറയുന്ന ചില വാക്യങ്ങളുണ്ട്, നമ്മൾ വായിച്ചു. രൂത്ത് പറഞ്ഞതാണ്, അമ്മേ, ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല. നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. നമ്മൾ ചിന്തിക്കുക, ഈ അമ്മായിമ്മ ഏത് സുവിശേഷം മകളോട് പ്രസംഗിച്ചിട്ടാണ്, ഏത് പ്രാർത്ഥന അവളെ കാണാൻ പഠിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് കാര്യം ആ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് മരുമകൾ ഇത് പറയാൻ കാരണമായി തീർന്നത്? ഈ അമ്മയ്ക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്നോ എന്തെങ്കിലും ഒരു കാര്യം ഈ മരുമകളെ പഠിപ്പിച്ചതായിട്ടോ ഒന്നും നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ ഈ അമ്മയുടെ ജീവിതം തന്നെ ഒരു വലിയ സുവിശേഷമായിരുന്നിരിക്കണം. ഈ അമ്മയായിരുന്നിരിക്കണം സുവിശേഷം. അതനുഭവിച്ച മരുമകളാണ് പറഞ്ഞത്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്രമാത്രം സ്നേഹം ഈ അമ്മയിൽ നിന്ന് ഈ മരുമകൾക്ക് ലഭിച്ചു അവൾ അങ്ങനെ പറയണമെങ്കിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സ്നേഹം എന്ന് പറയുന്ന വികാരത്തിൻ്റെ ശക്തി ലോകത്ത് മറ്റൊന്നിനുമില്ല. സ്നേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു സൃഷ്ടിയും ഈ ഭൂതലത്തില്ല. മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ, പക്ഷികളാകട്ടെ, പ്രജാതികളാകട്ടെ, സസ്യങ്ങളാകട്ടെ, എല്ലാം സ്നേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. അമ്മായിമ്മ ഈ മരുമക്കൾക്ക് കൊടുത്ത സ്നേഹമായിരുന്നിരിക്കണമല്ലോ, അമ്മയുടെ നല്ല മനസ്സായിരിക്കണമല്ലോ, പ്രാർത്ഥനാ ജീവിതമായിരിക്കണമല്ലോ. അത് കണ്ടും വന്ന മക്കൾ അങ്ങനെ പറയാൻ കാരണമായി തീർന്നത്. ഇപ്പോൾ രൂത്ത് അമ്മയെ വിട്ടുപോകാതെ അമ്മയോട് ചേർന്ന് പോകുവാൻ അവളിവിടെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവൾ പോകാതെ വന്നപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് നവോമി സ്വന്തം ദേശത്തേക്ക് ബേഥൽഹേമിലേക്ക് മടങ്ങി വരുന്നു. അവിടെ ഉണ്ടായിരുന്നവളൊക്കെ അവർക്കെല്ലാം അറിയാമല്ലോ. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് പോയവളാണ്. അവളെ കണ്ടപ്പോൾ എല്ലാവരും കൂടി വന്ന് പങ്കുവെച്ചു, നവോമി എന്ന് വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിവിടെ നിന്ന് നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി ഞാൻ മടങ്ങി വരികയാണ്. അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ പേര് നവോമി എന്നല്ല, മാറ എന്നാണ്. മാറ എന്ന് പറഞ്ഞാൽ കയ്പെന്നാണ് അർത്ഥം. നവോമി അവരുടെ ജീവിതത്തിൻ്റെ വേദനയാണ് പങ്കുവെച്ചത്. ഭർത്താവ് മക്കളൊക്കെ മരിച്ച് ഏകയായി അവശേഷിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ മാറായുടെ അനുഭവമാണ്. ആ സമയത്തും അമ്മയെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ദൈവസന്നിധിയിലുള്ള അവളുടെ പ്രാർത്ഥനയും ആ സമർപ്പണവുമായിരുന്നിരിക്കണമല്ലോ. അതുകൊണ്ടല്ലേ മരുമകൾ പോലും അങ്ങനെ അമ്മയോട് പറയാൻ കാരണമായി തീർന്നത്. ആ ജീവിതത്തിൻ്റെ മാറായുടെ അനുഭവത്തിലും ആ മാറായുടെ അനുഭവം തനിക്ക് തന്ന ദൈവത്തെ മറന്നു കളയാതെ, ദൈവത്തെ വിട്ടുകളയാതെ അവൾ പൂർണ്ണമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അവൾക്ക് മാനുഷികമായ രീതിയിൽ അവൾക്ക് വളരെയേറെ ദുഃഖവും നിരാശയൊക്കെ അവളെ ബാധിച്ചിട്ടുണ്ടാവാം. പ്രിയമുള്ളവരെ, തീർച്ചയായും ഈ നവോമിയും രൂത്തുമൊക്കെ നമുക്കൊരു വലിയ മാതൃകയാണ്. നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരും കുടുംബങ്ങളിൽ ഒക്കെ നമ്മൾ ജനിച്ചവരുമാണ്.
എപ്പോഴും സ്വന്തം പാരമ്പര്യങ്ങളിലും കുടുംബ മഹിമയൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്നതല്ലാതെ നമുക്കെന്ത് യോഗ്യതയാണുള്ളത്? രൂത്തിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് അവിടെ യോഗ്യത കണ്ടിട്ടില്ല. മോവാബി ദേശക്കാരിയാണ്, ശപിക്കപ്പെട്ടവളാണ്. പക്ഷെ ദൈവം കർത്താവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവളെ അനുഗ്രഹിച്ചു. കാരണം അവളുടെ ഹൃദയ നൈർമല്യത, ആ പരിശുദ്ധത ദൈവം മനസ്സിലാക്കിക്കൊണ്ടാണ്. നമ്മളും അപ്രകാരം ജീവിക്കുമെങ്കിൽ നമ്മുടെ മറ്റൊരു സാഹചര്യവും ദൈവം നോക്കുന്നില്ല. അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ നമ്മുടെ നോമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഈ വേദപുസ്തക വായനകളും നമ്മെ സഹായിക്കാനിടയാകണം. ദൈവമേ, അതിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.